എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അതിൽ ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെക്ഷൻസ് അല്ലെങ്കിൽ മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് 2021 മുതൽ 2025 വരെ നടന്ന 13 ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഹോട്ട് ടോപ്പിക് എന്ന രീതിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് മുമ്പ് ജസ്റ്റ് നിങ്ങളിതൊന്ന് കണ്ടിട്ട് പോവാം കേട്ടോ. ഓക്കെ, പഠിച്ചിട്ട് പോവാം. ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെമ്മറിയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൽ മെമ്മറി ഹയറാർക്കി, രജിസ്റ്റർ, ക്യാഷ് മെമ്മറി, പിന്നെ റാം എന്നുള്ള കാര്യങ്ങൾ, സെക്കൻഡറി സ്റ്റോറേജ്, ഫ്ലാഷ് മെമ്മറി എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് ആ ഹയറാർക്കി ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഏതാണ് ഫാസ്റ്റസ്റ്റ്, ഏതാണ് CPU ക്ലോസ് ആയിട്ടുള്ളത് എന്ന രീതിയിൽ നോക്കി വയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് ഇതിലേതാണ്? രജിസ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ളത്. CPU ഉള്ളിൽ കാണപ്പെടുന്നതാണ് ഏറ്റവും വേഗതയേറിയതാണ് ഇത് രജിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് CPU റാമിനും ഇടയിലുള്ള വേഗതയേറിയ മെമ്മറിയാണ്. ഇതിൽ L1, L2, L3 അങ്ങനെ വിവിധ തലങ്ങളിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെയോ ഇതിൽ ഈ L1, L2, L3 അതിൽ L1 എന്ന് പറയുന്നത് സ്മോളസ്റ്റും ഫാസ്റ്റസ്റ്റുമാണ്. L3 എന്ന് പറയുന്നതോ ലാർജസ്റ്റും കുറച്ച് സ്ലോയും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ റാമിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ താൽക്കാലികമായി സൂക്ഷിക്കുന്നതാണ് അല്ലേ. അതൊരു വൊളാറ്റൈൽ മെമ്മറിയാണ്. അതായത് വൈദ്യുതി പോയി കഴിഞ്ഞാൽ, വൈദ്യുതി നിലച്ചാൽ എന്ത് ചെയ്യും? ആ വിവരങ്ങൾ അതിൽ നിന്ന് മാഞ്ഞു പോകും. പിന്നെ വരുന്ന സെക്കൻഡറി സ്റ്റോറേജ് ആണ്. അതിൽ ഹാർഡ് ഡിസ്ക്, SSD അതൊക്കെ ഏതാണ്? സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഇവയ്ക്ക് വേഗത കുറവാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് സ്ഥിരമായിട്ടല്ലേ, നോൺ വൊളാറ്റൈലാണ്, അതുകൊണ്ട് സ്ഥിരമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫ്ലാഷ് മെമ്മറിയെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഫ്ലാഷ് മെമ്മറി ഏത്? EEPROM അല്ലേ, റോമിൽ പെട്ടതാണ്. പെൻഡ്രൈവുകളൊക്കെ അതിന് ഉദാഹരണമാണ്. ഏത്? ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അടുത്ത സെക്ഷൻ ഏതൊക്കെയാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ടിൽ വരുന്നത് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, സ്കാനർ, OMR ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ, പിന്നെ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ അല്ലേ, ബാങ്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ നമ്പേഴ്സ് ചെക്കൊക്കെ വെച്ചിട്ട് ചെക്കിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ജോയ്സ്റ്റിക്ക് എന്നിവയൊക്കെ ഇതിൽ വരുന്നതാണ്, ഇൻപുട്ടിൽ വരുന്നതാണ്. ഡിജിറ്റൈസർ എന്നിവയൊക്കെ. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നതിൽ മോണിറ്റർ, പ്രിൻറ്റേഴ്സ് അല്ലേ. പ്രിൻറ്റേഴ്സ് രണ്ടും നോക്കി വയ്ക്കണം. ഇമ്പാക്റ്റ് ഉണ്ട്, അതായത് പേപ്പറിൽ തട്ടി അല്ലേ പ്രിൻറ്റ് ചെയ്യുന്നതിനെയാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അത് ഡോട്ട് മാട്രിക്സ് ഒക്കെ. നോൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് പേപ്പറിൽ തൊടാതെ പ്രിൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഇങ്ക് ജെറ്റ്, ലേസറൊക്കെ ഏതാണ്? അതൊക്കെ നോൺ ഇമ്പാക്റ്റിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ പ്ലോട്ടർ, സ്പീക്കർ അതൊക്കെ ഏതാണ്? പ്ലോട്ടർ, സ്പീക്കറൊക്കെ അതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഒന്നാണ് ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളത്. അതിൽ കൂടുതലായിട്ടും വരുന്നത് കമ്പൈലർ, ഇൻ്റർപ്രറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അതിൽ ചോദിക്കുന്നത്. ഇപ്പോൾ കമ്പൈലർ എന്ന് പറയുന്നത് മുഴുവൻ പ്രോഗ്രാമിനെയും ഒറ്റയടിക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതാണ് ഇത് കമ്പൈലർ അല്ലേ. ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് ഓരോ വരിയായിട്ട് അല്ലേ, ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോഗ്രാം മാറ്റുന്നതാണ് ഇത് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഓപ്പൺ സോഴ്സിൽ വരുന്നത് ഇപ്പോൾ ലിനക്സ്, ഉബുണ്ടു അതൊക്കെ ഏതാണ്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ അടുത്ത സെക്ഷനാണ് നമ്മുടെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആൻഡ് ടോപ്പോളജി. അതിൽ ഹബ്ബ് എന്താണ്, റൂട്ടർ, ഗേറ്റ് വേ എന്നൊക്കെ ഉള്ളത് നോക്കി വയ്ക്കണം കേട്ടോ. ഹബ്ബ് എന്ന് പറഞ്ഞൊരു അതായത് ഇൻ്റലിജൻസ് ഇല്ലാത്ത ഒരു ഉപകരണം എന്ന രീതിയിൽ നമുക്ക് പറയാം. സ്വിച്ചസും റൂട്ടേഴ്സൊക്കെ ഇൻ്റലിജൻ്റ് ഉള്ളതാണ് അല്ലേ. റൂട്ടർ എന്ന് പറയുന്നത് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. പിന്നെ ഗേറ്റ് വേ എന്താ? അത് വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇത് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഗേറ്റ് വേ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോകണം. പിന്നെ OSI ലെയേഴ്സ് അതിൽ പിന്നെ വരുന്നതാണ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി അല്ലേ. അങ്ങനെയുള്ള ടോപ്പോളജീസൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ LAN, WAN എന്നുള്ളതൊക്കെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, കുറഞ്ഞ ദൂരപരിധി അല്ലേ. WAN എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വലിയ ദൂരപരിധി അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി, മെഷ് ടോപ്പോളജി എന്നിവയൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ അടുത്തൊരു സെക്ഷനാണ് നെറ്റ്വർക്കിംഗ് ടൈപ്സ് ആൻഡ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ LAN, WAN അതൊക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് IT. ഐ ടിയുടെ നിയമം അതിൻ്റെ സൈബർ ക്രൈംസ്
സൈബർ കുറ്റകൃത്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ IT നിയമം നിലവിൽ വന്നതെന്നാണ് ഒക്ടോബർ 17, 2000 പിന്നെ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്? ഫിഷിംഗ് അല്ലേ, ഫിഷിംഗ്, അത് വ്യാജ ലിങ്കുകൾ അയച്ച് രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നത് അല്ലേ, ഫിഷിംഗ്. പിന്നെ റാൻസം വയർ, ഡാറ്റ ലോക്ക് ചെയ്ത് എന്തെങ്കിലും ആവശ്യമോചന ദ്രവ്യം ആവശ്യപ്പെടുന്ന വൈറസാണ് റാൻസം വയർ എന്ന് പറയുന്നത്. പിന്നെ വെബ് ജാക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി യൂസർമാരെ വഞ്ചിക്കലാണ് വെബ് ജാക്കിംഗ്, ഫേക്ക് വെബ്സൈറ്റ് അല്ലേ. പിന്നെ സ്പൂഫിങ്, അതൊക്കെ എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സലാമി അറ്റാക്ക്, ചെറിയ തുകകൾ അക്കൗണ്ടുകളിൽ നിന്ന് ചോർത്തുന്നതാണ് സലാമി അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ചെറിയ തുകയായിരിക്കും. പിന്നെ സൈബർ ബുള്ളിങ്, ഹറാസ്മെൻറ്റ്, അതൊക്കെ ഇതിൻ്റെ മേജർ സൈബർ അറ്റാക്കിൽ വരുന്നതാണ്. പിന്നെ നമുക്കിതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഈ സെക്ഷൻസ് ആണ്. സെക്ഷൻ 4 എന്തിനെ പറ്റിയിട്ടാണ്? ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരമാണ് അല്ലേ. 65 എന്ന് പറയും. സെക്ഷൻ 65 എന്താണ്? ഡോക്യുമെൻറ്റുകളിൽ കൃത്രിമം കാണിക്കുക, അതാണ് 65. 66 എന്ന് പറയുമ്പോൾ ഹാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഹാക്കിങ്, അതായത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആണ്. 66 എപ്പോഴും ചോദിക്കാറുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പിന്നെ 67, 70 എന്നിവ. പിന്നെ നോക്കിയിവിടെ 66 നമ്മൾ പറഞ്ഞു ഹാക്കിംഗ് അല്ലേ. അതിൽ 66B കണ്ടോ? 66B എന്താണ്? റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. 66C എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ് അല്ലേ, മറ്റൊരാളുടെ പാസ്വേഡ് ഉപയോഗിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 66D എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ചീറ്റ് ചെയ്യുന്നത്. 66F ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അത് സൈബർ ടെററിസം ആണ് അല്ലേ. സൈബർ ടെററിസം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെയുള്ളതാണ് ഇൻ്റർനെറ്റ് ആൻഡ് മോഡേൺ ട്രെൻഡ്സ്. അതിൻ്റെ സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ്? ഗൂഗിൾ, ലാറി പേജാണ് സ്ഥാപകൻ ആരൊക്കെയാണ്? ബിങ് ആരുടെയാണ്? മൈക്രോസോഫ്റ്റിൻ്റെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇങ്ക്, ഇപ്പോൾ നമ്മുടെ ആമസോൺ കിൻഡിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ, SMO, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട് ഈ റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്ന മേഖലകൾ. സിലബസിലേക്ക് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അതിൽ ഹാർഡ്വെയർ അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ മെമ്മറി ഡിവൈസിൻ്റെ ആ സ്പീഡ് കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റീവ് സോഫ്റ്റ്വെയർ, പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഡിവൈസും അത് നോക്കണം. നെറ്റ്വർക്ക് ഡിവൈസ് എപ്പോഴും ചോദിക്കുന്നു. പിന്നെ ഇൻ്റർനെറ്റായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. പിന്നെയുള്ളത് സൈബർ ക്രൈംസും സൈബർ ലോസുമാണ്. അതിൽ ടൈപ്സ് ഓഫ് ക്രൈംസ് എന്തൊക്കെയാണ്, അതെന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ IT ആക്ട്, അതർ ലോസ്, അതിലാണ് 66F, 66C എന്നിവയൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ടോട്ടൽ എല്ലാത്തിൻ്റെയും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മേഖലകൾ എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി പഠിക്കുക, നല്ല രീതിയിൽ നാളത്തെ എക്സാം എഴുതുക കേട്ടോ. താങ്ക് യു.